അമേരിക്കയ്ക്കും ഇസ്രയേലിനുമെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി. അമേരിക്കയെയും അവരുടെ നായയായ ഇസ്രയേലിനും നേരിടാൻ ഇറാൻ തയ്യാറാണ് എന്നായിരുന്നു ഖമേനിയുടെ പ്രതികരണം. നമ്മുടെ രാഷ്ട്രം അമേരിക്കയുടെ ശക്തിയെയും അതിൻ്റെ നായയായ സയനിസ്റ്റ് ഭരണകൂടത്തെയും നേരിടാൻ തയ്യാറാണ് എന്ന വസ്തുത വളരെ പ്രശംസനീയം ആണെന്നായിരുന്നു ഖമേനിയുടെ വാക്കുകൾ. ഖത്തറിലെ അൽ ഉദൈദ് വ്യോമത്താവളത്തിന് നേരെ കഴിഞ്ഞ മാസം നടന്ന ആക്രമണം ടെഹ്റാൻ വാഷിംഗ്ടണിനെതിരെ പ്രഹരമേൽപ്പിക്കുന്നതിന്റെ തുടക്കം മാത്രമാണെന്നും യുഎസിനും മറ്റുള്ളവർക്കും ഇതിലും വലിയ പ്രഹരമേൽക്കുമെന്നും ഖമേനി മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. മാത്രമല്ല, ഏത് സൈനിക ആക്രമണത്തെയും നേരിടാൻ ഇറാൻ തയ്യാറാണെന്ന് ഖമേനി കൂട്ടിച്ചേർത്തിട്ടുമുണ്ട്. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ജൂൺ 26-ന് ഖമേനിയിൽ നിന്ന് ആദ്യ പരസ്യ പ്രസ്താവന പുറത്തു വന്നിരുന്നു. ഖത്തറിലെ അമേരിക്കൻ വ്യോമത്താവളങ്ങൾ ആക്രമിച്ചുകൊണ്ട് തങ്ങൾ അവരുടെ മുഖത്ത് ശക്തമായി പ്രഹരിച്ചിരിക്കുമെന്നായിരുന്നു ഖമേനിയുടെ അവകാശവാദം. ഇസ്രയേലോ അമേരിക്കയോ ഇനി ഇറാനിൽ ആക്രമണം നടത്തരുത് എന്ന ഒരു സന്ദേശം കൂടിയാണ് ഇതിലൂടെ നൽകിയത് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. അതേസമയം ഇസ്രയേലിന് ഇത് മൊത്തത്തിൽ ദുരിതകാലം തന്നെയാണ് എന്നാണ് കേൾക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് നെതന്യാഹുവിൻ്റെ പിന്തുണ കുറഞ്ഞു വന്നത്. 7 അംഗങ്ങളുള്ള യുണൈറ്റഡ് തോറ ജുഡായിസം പിന്തുണ പിൻവലിച്ചതോടുകൂടിയാണ് നെതന്യാഹു സർക്കാർ വലിയ ഭീഷണി നേരിടുന്നത്. 120 അംഗ ഇസ്രയേൽ പാർലമെന്റിൽ നിലവിൽ ബെഞ്ചമിൻ നെതന്യാഹു സർക്കാരിന് 61 പേരുടെ പിന്തുണ മാത്രമാണുള്ളത്. നേരത്തെ 68 പേരുടെ പിന്തുണയോടുകൂടിയായിരുന്നു നെതന്യാഹു ഭരിച്ചിരുന്നത്. അതിനിടയ്ക്ക് ഗാസയിൽ ഇടയ്ക്കിടെ യുദ്ധം നടത്തിയതുകൊണ്ട് തന്നെ നെതന്യാഹുവിൻ്റെ അറസ്റ്റ് വാറന്റ് റദ്ദാക്കണമെന്ന ആവശ്യത്തെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി തള്ളിക്കളഞ്ഞിരുന്നു. ഇതിൻ്റെ എല്ലാം പുറകെയാണ് നികുതി കുടിശ്ശിക അടയ്ക്കാത്തതിന് ഇസ്രയേലിലെ എയ്ലാത്ത് തുറമുഖത്തിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മുനിസിപ്പാലിറ്റി അധികൃതർ കണ്ടുകെട്ടി എന്ന വാർത്ത പുറത്തു വരുന്നത്. ഇതോടെ ഞായറാഴ്ച മുതൽ തുറമുഖം പൂർണ്ണമായും പൂട്ടുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചിട്ടുമുണ്ട്. ഒരു മാസം ശരാശരി 1.8 കോടി രൂപയാണ് തുറമുഖം നികുതിയായി അടയ്ക്കേണ്ടത്. എന്നാൽ ഗാസയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് അൻസാറുള്ള രംഗത്തെത്തിയതോടുകൂടി കഴിഞ്ഞ 2 വർഷത്തോളമായി തുറമുഖം പൂട്ടിയിട്ടിരിക്കുകയാണ്. തുറമുഖം പൂട്ടുന്നത് സയനിസ്റ്റ് നാവികസേനയ്ക്ക് വലിയ വെല്ലുവിളി തന്നെയാണ് ഉണ്ടാക്കുക. കൂടാതെ യൂറോപ്പ് ഏഷ്യ പൈപ്പ് ലൈൻ, ചെങ്കടലിലെ ധാതുക്കളിൽ നിന്നുള്ള പൊട്ടാഷ് നിർമ്മാണം എന്നിവയെ പ്രതികൂലമായി ബാധിക്കും. ഇസ്രയേലി അമേരിക്കൻ ബിസിനസ്സുകാരായ നഗാഡ് സഹോദരന്മാർ 2012 മുതൽ 15 വർഷത്തേക്ക് 306 കോടി രൂപയ്ക്ക് തുറമുഖം പ്രവർത്തിപ്പിക്കുകയാണ്. വളരെ ചെറിയ നിരക്കിന് അവർക്ക് തുറമുഖം നൽകിയെന്ന ആരോപണം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഗാസയിലും ലബ്നാനിലും അധിനിവേശം തുടങ്ങിയ കാലത്ത് ഇസ്രയേൽ ഇറക്കുമതി ചെയ്യുന്ന കാറുകളിൽ 50% ഈ തുറമുഖത്താണ് എത്തിയിരുന്നത്. കൂടാതെ യൂറോപ്പിലേക്കും ഏഷ്യയിലേക്കും പെട്രോളിയവും പ്രകൃതിവാതകവും ധാതുക്കളും കയറ്റി അയക്കാനും ഈ തുറമുഖത്തെ ഉപയോഗിക്കുകയുണ്ടായി. എന്നാൽ അൻസാറുള്ളയുടെ ആക്രമണം തുടങ്ങിയതോടുകൂടി തുറമുഖം പ്രതിസന്ധിയിലാവുകയായിരുന്നു. ഇക്കഴിഞ്ഞ ജൂണിൽ തുറമുഖത്തിന് സർക്കാർ 15 ദശലക്ഷം ഷെക്കൽ ധനസഹായം നൽകിയിരുന്നു. എന്തായാലും എല്ലാം കൊണ്ടും പുലിവാല് പിടിച്ച അവസ്ഥയാണ് ഇപ്പോൾ നെതന്യാഹുവിനുള്ളത്. അമേരിക്കയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലും ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ കരകയറാൻ നെതന്യാഹു ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരുമെന്ന കാര്യം തീർച്ചയാണ്.